ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. ഒരിക്കലും വിക്രമിൻ്റെ ജീവിതത്തിൽ ദോഷം വരുന്ന ഒരു കാര്യം ഇതുവരെ വേദ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും വിക്രം തന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വേദ അവിടെ നിന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിക്രത്തിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷകന്യകയായിട്ട് വന്നതല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവൊന്നും നിങ്ങൾക്കില്ല. അത് പറഞ്ഞിട്ട് നിങ്ങളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം വേദ ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് സിനിമ കാണാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടരും സിനിമ കാണാൻ പോവുക. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവരോടും പറയാമല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ പോയ സിനിമ തുടരുവാണെന്ന് പറയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇനി നീ ഇത് തുടർന്നാലേ നിൻ്റെ കൗള് ഞാൻ അടിച്ച് പൊട്ടിക്കുന്നിട്ട് കൈയൊക്കെ ഓങ്ങുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ട്. അപ്പോൾ പറയുന്നുണ്ട് വിക്രം, നിങ്ങളുടെ ഈ കട്ട ശരീരവും അതുപോലെ നിങ്ങളുടെ ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് എനിക്ക് ഈ നിങ്ങളോടുള്ള പ്രണയം ഇങ്ങനെ മുളച്ച് പൊന്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് രമ്യ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. രമ്യ വന്നിട്ട് വിക്രമിനോടും അതുപോലെ തന്നെ വേദനയോടൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറാണ്. വേദയ്ക്കോ അല്ലെങ്കിൽ വിക്രമിനോ ഒന്നും മനസ്സിലാകുന്നില്ല. രമ്യനെ കൊണ്ടുവന്നിരിക്കുന്നത് വിനായകനും ശ്രീകാന്തും അതുപോലെ വർഷയുടെ അച്ഛനും കൂടിയിട്ടുള്ള പ്ലാനിങ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ രമ്യാണെന്നുണ്ടെങ്കിൽ ഇവരോട് ഒരിത്തിരി അടുപ്പം സ്ഥാപിക്കുകയാണ് കേട്ടോ. വിക്രമിനെ എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലേക്ക് വരുത്തണം. അതിന് വേണ്ടിയിട്ട് അടുപ്പം സ്ഥാപിക്കാനായിട്ട് എന്തൊക്കെയോ ചോറ് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേദ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു ചാനൽ തുടങ്ങാൻ പോകാണ്, വിഷകന്യക 2.2 എന്നാണ് ചാനലിൻ്റെ പേര്. ഫസ്റ്റത്തെ റീലിന് തന്നെ പേരിടുന്നത് ഇടിവെട്ടി കൂണുപൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പിന്നീട് ശ്രീജനെയും അതുപോലെ വിക്രമിനൊക്കെ കാണുമ്പോൾ നന്നായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ഷെയ്ക്കൻ്റെ കൊടുക്കാൻ പോകുമ്പോൾ വിക്രമിന് കൈ നമസ്കാരം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് കേട്ടോ വിക്രം രമ്യയുടെ വീടിൻ്റെ അതിലേക്ക് കൂടെ വരുമ്പോൾ ഒരു ആക്രമണം കാണുന്നത്. അങ്ങനെ രമ്യ അവിടെ കിടന്ന് അലറി വിളിക്കണത് കേൾക്കുമ്പോൾ വിക്രം രമ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ആ സമയത്തേക്ക് വിക്രം അകത്തേക്ക് കയറുന്ന സമയത്ത് രമ്യ പുറത്തേക്ക് ചാടുകയാണ്. അത് വേറെ ഒന്നുമല്ല, പോലീസ് ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ ഒരു പ്ലാനിങ് പ്രകാരമാണത് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. രമ്യ പറയുന്നുണ്ട് വിക്രം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ആ കമലാമ്മ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അവിടേക്ക് രാധയും വരുന്നുണ്ട്. കമലാമ്മയാണെന്നുണ്ടെങ്കിൽ അലറി വിളിച്ച് കരയാണ് കേട്ടോ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ട്. ഈ വേദയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. വിക്രം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യൂല എന്നുള്ള കാര്യം വേദയ്ക്ക് 100% ഉറപ്പാണ്. പക്ഷെ മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ കുറ്റപ്പെടുത്താണ്. ഇപ്പോൾ സുധാകരൻ മാഷ് എന്ന് പറയുന്ന ആൾ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായ ഒരാളുടെ അച്ഛനായി മാറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയും കളിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതും കൂടെ അനുഭവിക്കാനായിരിക്കും എൻ്റെ യോഗം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. ഇതേ സമയം ഇതൊരു പ്ലാനിങ് ആണെന്നും ഇത് ശ്രീകാന്തിൻ്റെ അതുപോലെ തന്നെ വേറെ ആരൊക്കെയോ ചേർന്നിട്ട് വിക്രമിനെ കുടുക്കിയതാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ ശ്രീകാന്തിനെയും അച്ഛനെയും കാണാൻ വരുന്നുണ്ട്. വേദയ്ക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, ശ്രീകാന്തേൻ്റെ ഒപ്പം അച്ഛനും കൂടി ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശ്രീകാന്താണെന്നെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ വേദനയോട്. വേദന തല്ലാനായിട്ട് കയ്യൊന്നുണ്ട്, അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ, അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ വിക്രമിനെ പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ ഞാൻ വിക്രമിനെ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും വിക്രമിന് വേണ്ടിയിട്ട് പോരാടാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ 100% വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് വേദയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് ശ്രീകാന്തിൻ്റെ എന്തെങ്കിലും ചതി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോയത്. എന്തായാലും വിക്രമിനെ എല്ലാവരും കുറ്റപ്പെടുത്താണ്. ഇതുവരെ ഇങ്ങനൊരു കേസ് വിക്രമിൻ്റെ ഇതിൽ വന്ന് പെട്ടിട്ടില്ല. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായ പ്രതി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ട് വിക്രമിനെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് സാബുസയൊക്കെ പ്രതികാരം മുഴുവൻ തീർക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ എന്തായാലും വേദ തന്നെ വിക്രമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പോണ്. വേദ ആയിരിക്കും വിക്രമിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്നത് നമുക്ക് വിചാരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വേദ എന്തായാലും വക്കീൽ കോട്ട് ഇടാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വേദമായിരിക്കും വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് പോകുന്നത്. സത്യം കണ്ടെത്തിയിട്ട് തന്നെയായിരിക്കും വിക്രമിനെ പുറത്തിറക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നലത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ വീക്കിൽ കുറച്ച് ലാഗായിരിക്കും, കാരണം ഈ കേസും കാര്യങ്ങളൊക്കെ. പക്ഷേ നെക്സ്റ്റ് വീക്കിൽ വിക്രമും വേദയും തമ്മിലുള്ള നല്ല നല്ല ഭാഗങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.